എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതിനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ എക്സാം നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. മാത്രമല്ല അത് നിങ്ങൾ ഇലക്ട്രിക്കൽ ട്രേഡ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ട്രേഡ് ആയിക്കോട്ടെ, ഈ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് ഈ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഡയറക്റ്റ് എൻ്റെ വീഡിയോയിലേക്ക് പോവാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ KW ഓപ്പറേറ്റർ എക്സാമിനെ സീരിയസ് ആയിട്ട് കാണണം, എന്തുകൊണ്ട്, വൈ ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഇതിനു മുമ്പ് നിങ്ങൾ എക്സാം ഒന്നും ക്ലിയർ ചെയ്യാത്തവരാണെങ്കിലും, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് എക്സാം ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് കണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ കേരള PSC പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു 6 months നമുക്കറിയാം ഈ എക്സാമിൻ്റെ ഓൾറെഡി തന്നെ ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂളും അല്ലെങ്കിൽ എക്സാം ഡേറ്റ്സും കേരള PSC നേരത്തെ കൂട്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നേരത്തെ നടക്കുകയാണെങ്കിൽ തന്നെ ഓഗസ്റ്റ് 1 ആയിരിക്കും എന്ത് ചെയ്യുക, ഈ എക്സാം നടക്കുക. ഏറ്റവും നേരത്തെ ആണെങ്കിൽ, കാരണം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലേ, ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും എക്സാം വരിക. അപ്പം നമ്മൾ ഏറ്റവും നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് 7 മാസം കിട്ടും, അല്ലെങ്കിൽ 6.5 മാസം കിട്ടും. അതായത് ഏകദേശം 200 ദിവസത്തോളം കിട്ടും. ഇനി 200-ൽ നിങ്ങൾ കുറച്ച് ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു 180 ദിവസം, അതായത് കറക്റ്റ് ഒരു 6 മാസം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത്രയും സമയമുള്ളത് കൊണ്ട് അവസാനം പഠിക്കാമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ റീസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. കട്ട് ഓഫ് ആയിക്കോട്ടെ, ഇപ്പോൾ വരുന്ന IT ലെവൽ എക്സാം ആയിക്കോട്ടെ, അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം അതുപോലെ അതിൽ തന്നെ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്പീഡും ആക്യുറസിയാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, ഇത് എടുക്കാനായിട്ട് നമുക്കൊരു 6 മാസത്തെ സമയം എന്തായാലും വേണം. ഇനി ഇതൊരിക്കൽ നിങ്ങൾ മെനക്കെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മറ്റ് എക്സാംസിനെല്ലാം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇനി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓപ്പറേറ്റർ എക്സാം എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടാവും. ഒപ്പം ഇതിൻ്റെ സിലബസ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. എത്ര ശതമാനം ഇലക്ട്രിക്കലുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എത്ര ശതമാനം ഇലക്ട്രിക്കലുണ്ട്, എത്ര ശതമാനം മെക്കാനിക്കലുണ്ട്, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ ഏറ്റവും കുറഞ്ഞ എയിം എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് അഡ്വൈസർ ജോലിയാണ്. അപ്പോൾ അതിന് എത്ര മാർക്ക് സ്കോർ ചെയ്യണം, അതിനുവേണ്ടി എങ്ങനെ സിലബസിനെ അപ്രോച്ച് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാനും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും. അതാണ് അടുത്ത കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ബിൽഡ് ചെയ്യുക. സേഫ് സ്കോർ എത്ര വേണം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. സേഫ് സ്കോർ എത്രയായിരിക്കണം, അത് കിട്ടാൻ വേണ്ടി എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1 ഇയറിലേക്കുള്ള നമ്മളുടെ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 0 എന്നാണെങ്കിലും നമ്മൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് ഇലക്ട്രിക്കൽ ട്രേഡുകാരായിക്കോട്ടെ, മെക്കാനിക്കൽ ട്രേഡുകാരായിക്കോട്ടെ, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് ഓൾറെഡി തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി പല നോട്ടിഫിക്കേഷൻസും വരാനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമിനെ കാണാം. ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഒരു വർഷത്തിനുള്ളിൽ, കാരണം ഇപ്പോൾ PSCയുടെ എല്ലാ കാര്യങ്ങളും, അതായത് നോട്ടിഫിക്കേഷൻ മുതൽ എക്സാം നടക്കുന്നതും അപ്പോയിൻമെൻറ്റ് വരെയും എല്ലാം ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ 6 മാസം, നമുക്ക് 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ആ ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് ഒരു IT ലെവലും ഡിപ്ലോമ ലെവൽ എക്സാമിനും നന്നായിട്ട് എക്സാം എങ്ങനെ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഇതാണ് റൈറ്റ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതുവരെ എന്ത് സംഭവിച്ചാലും നിങ്ങളത് വിട്ടേക്കുക. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് കിട്ടിയില്ല, അത് വിട്ടേക്കുക. ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് നിങ്ങൾ കാല് വയ്ക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു സ്റ്റാർട്ടിങ് അവസരമാണ്, അത് വിട്ട് കളയരുത്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വ്യക്തമായി, ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഈ വരാൻ പോകുന്ന വർഷം, അല്ലെങ്കിൽ ഈ ഒരു വർഷം 2026 എന്ന് പറയുന്ന വർഷത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് വരാൻ പോകുന്നത്, അതിൻ്റെയൊക്കെ സിലബസ് എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെയൊക്കെ ബേസ് സിലബസ് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ ലെവൽ 1 സിലബസ് ആയിട്ട് ഇതിനെ കാണാം. കാരണം IT ലെവലിൻ്റെയാണ്. എന്നാൽ ആ IT ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലോ ഡിഗ്രി ലെവലോ ആണെങ്കിൽ പോലും അതിലെല്ലാത്തിലും ഒരു 10 to 15% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് IT ലെവലിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 10 to 15% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ നിന്ന് ഉറപ്പിക്കാം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് പോകുന്ന ഒരു ജോലിയും കൂടിയാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെയും ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഒരു ജോലിയും ചെറുതല്ല. അതിനുവേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക,
ഫസ്റ്റ് അഡ്വൈസ് തന്നെ ജോലി വേണം എന്നുള്ളൊരു പ്ലാനിൽ മുന്നോട്ട് പോവുക. അതിനുവേണ്ടി ഇപ്പോഴേ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ ഡ്രീം ജോബ് ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് വേറെ ആണെങ്കിലും നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള എക്സാംസ് വരുന്നുണ്ടെങ്കിലും, ഇനി ഇലക്ട്രിക്കലാണെങ്കിലും നിങ്ങൾക്ക് വരാൻ ഒരുപാട് എക്സാംസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ഡ്രീം ജോബെങ്കിലും ഈ എക്സാമിനെ പഠിച്ചു തുടങ്ങുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. ഞാൻ പറഞ്ഞു, ഏത് ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ഡിപ്ലോമ ലെവൽ എക്സാം ആണെങ്കിലും ഒരു 10 to 15% ക്വസ്റ്റൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ടായത് IT ലെവൽ സിലബസിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് ഡേ 1 മുതൽ തന്നെ നോട്ട് മേക്കിങ്ങും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഫോളോ ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണ് ഞാൻ പറയാൻ കാരണം പെട്ടെന്ന് ഒരു ദിവസം നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ കോളേജിലേക്ക് നമ്മൾ നോട്ട് എഴുതാറില്ല അല്ലേ. അപ്പോൾ കോളേജൊക്കെ വിട്ട് ഇത്രയും നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നോട്ട് എഴുതാനും അതുപോലെ തന്നെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാത്തിൻ്റെയും ഒരു ഫസ്റ്റ് ലെവലായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡും ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റർ പോലുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിൽ ടോപ്പ് വരാൻ പറ്റുള്ളൂ. ഈ പറയുന്ന 40 മാർക്ക് 50 മാർക്ക് 60 മാർക്കൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും കിട്ടും. അതിൻ്റെ മുകളിലായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കും പലപ്പോഴും ടോപ്പ് റാങ്കുകളും ജോലിയും നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ അത്രയും മാർക്ക് വേണ്ടി വരും. അപ്പോൾ അതിന് സ്പീഡും ആക്യുറസി, നോളജ് മാത്രം പോരാ, സ്പീഡും ആക്യുറസിയും നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങളോട് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന, ഇപ്പോൾ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, എക്സ്പെക്ട് ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ലെവലാണെങ്കിൽ ഇനിയും ഒരുപാട് ഡിപ്ലോമയും ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയും IT ലെവൽ എക്സാംസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. നിങ്ങൾക്ക് അതിനെ പരിശോധിച്ചാൽ മനസ്സിലാവും, പല റാങ്ക് ലിസ്റ്റിൽ എക്സ്പയർ ആവുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ ഈ പഠിത്തം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എല്ലാം കൂടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്രയും നന്നായിട്ട് നോട്ടും എഴുതുക, ക്വസ്റ്റൻസും പ്രാക്ടീസ് ചെയ്യുക, വൃത്തിയായി പഠിക്കുക, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. പഠിത്തം, റിവിഷൻ, ഇത് രണ്ടും ഒന്ന് കഴിഞ്ഞിട്ടല്ല മറ്റത് ചെയ്യേണ്ടത്, പാരലായിട്ട് തന്നെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സമയം നമുക്ക് ഓപ്പറേറ്റർ എക്സാമിനുണ്ട് അല്ലേ. എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും ഏർലിയസ്റ്റ് പോസിബിൾ ഡേറ്റ് എന്ന് പറയുന്നത് August 1 അന്ന് നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് 6 മാസം, അതായത് 180 ദിവസത്തിൽ കൂടുതലുണ്ട്. അത് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 200 ദിവസത്തോളം ഉണ്ട്. പക്ഷേ അതിലൊരു 20-25 ദിവസം നിങ്ങൾ മാറ്റിയാൽ പോലും നിങ്ങൾക്ക് ഏകദേശം 6 മാസം, ഫുൾ 6 മാസം നിങ്ങൾക്ക് കിട്ടും. അതിൽ കൂടുതലൊന്നും ഒരു എക്സാമിനും പഠിക്കാൻ സമയം ആവശ്യമില്ല, ഇപ്പോഴേ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ. ആ കാര്യം നിങ്ങൾക്ക് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ദിസ് ഇസ് എ ഗോൾഡൻ 10+ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഇലക്ട്രിക്കലുകാർക്കുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കലുകാർക്കും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഞാനത് എടുത്ത് പറയുന്നില്ല. ഇനി അതുപോലെ തന്നെ 1 ഇയറിലെ ഒരു കേരള PSC പ്ലാൻ, ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തെ എൻഡിനോടുകൂടി ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി കേരള PSC നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. എളുപ്പ പണിയൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിച്ചിട്ട് പോയിട്ടും കാര്യമില്ല. ഫൗണ്ടേഷൻ ലെവൽ 1 തൊട്ട് 0 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. മറന്നുപോകും, തെറ്റും, മോക്ക് ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരും, ഒരു കുഴപ്പമില്ല. വീണ്ടും പഠിക്കുക, നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന നോട്ടാണെങ്കിൽ അത് വെച്ച് പഠിക്കാമെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട് തന്നെ വേണം. അതായിരിക്കും നിങ്ങൾ റിവിഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നോട്ട് ഡേ 1 തൊട്ട് എഴുതുക, ക്വസ്റ്റ്യൻസ് ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ പാരലായിട്ട് തന്നെ കൊണ്ടുപോകുക. ഇത്രയാണ് ഏതൊരു എക്സാമിനാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മിനിമം കാര്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഇലക്ട്രിക്കലുകാരുടെ മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇലക്ട്രിക്കലുകാരുടെയും മെക്കാനിക്കലുകാരുടെയും വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് നോക്കുക. ഈ ഓൾറെഡി തന്നെ എക്സാം അനൗൺസ് ചെയ്തിട്ടുള്ള എക്സാംസ് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഈ പറയുന്ന പ്രിപ്പറേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന് വേണ്ടി ചെയ്യുന്ന പ്രിപ്പറേഷൻ എല്ലാം തന്നെ ഈ എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്നതാണ്. ഇനി നോക്കുക, നമ്മളിവിടെ ഓപ്പറേറ്റർ എക്സാം നമുക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് August മുതൽ October വരെയാണ്. ഞാൻ പറഞ്ഞു August 1 ആണെങ്കിൽ പോലും നമുക്ക് 7 മാസം അല്ലെങ്കിൽ 7 മാസത്തോളം അല്ലെങ്കിൽ 6 മാസത്തോളം ഫുൾ 6 മാസം നിങ്ങൾക്ക് സമയമുണ്ട് പഠിച്ചു തുടങ്ങാം. ഇത്രയും സമയമുണ്ട്, പയ്യെ പഠിച്ചു തുടങ്ങാൻ കഴിഞ്ഞാൽ നടക്കില്ല. അത്രയും പേര് പഠിക്കുന്നുണ്ട്, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, അത്രയും പേര് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഡേ 1 മുതൽ, ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങും. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞു 180 days നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സ്പീഡും ആക്യുറസിയും ഇംപ്രൂവ് ആവുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ പറഞ്ഞു
ഇതിൽ നല്ല രീതിയിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത്. ഫസ്റ്റ് അഡ്വൈസിൽ ജോലി വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു, മിനിമം ഒരു 75+ മാർക്സ് എങ്കിലും നിങ്ങൾ എയിം ചെയ്തിരിക്കണം. ഇത് മിനിമം ആണ് ഈ പറഞ്ഞത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക്. ഇത് നോക്കുക. ഇപ്പോൾ ITA ലെവൽ എക്സാംസിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും ഡിപ്ലോമയുടെ മെക്കാനിക്കലിൻ്റെ ആണ്, ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും മെക്കാനിക്കലിൻ്റെ ആണെങ്കിലും നടക്കുന്ന എക്സാംസിൻ്റെയൊക്കെ കട്ട് ഓഫും ടോപ്പേഴ്സിൻ്റെ മാർക്കും അല്ലെങ്കിൽ ആദ്യത്തെ 10, 20, 30 റാങ്കുകളുടെ മാർക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മാത്രമല്ല ഇതെന്ന് പറയുന്നത് ഒട്ടും കൂടിയൊരു മാർക്കല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, എസ്പെഷ്യലി ഫോർ ITA ലെവൽ എക്സാം. ഇനി എക്സാം കുറച്ച് ടഫ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർക്ക് ചിലപ്പോൾ കുറയുന്നുണ്ടാവും. പക്ഷേ എക്സാം എങ്ങനെ വന്നാലും ഫസ്റ്റ് അഡ്വൈസിൽ കയറി പോകാന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഞാനത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നോക്കുക, എയിം 75 മാർക്സ് മിനിമം ആണ് ഈ പറഞ്ഞത്. നോക്കുക, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലിയാണ്. മാത്രമല്ല ഇതൊരു എക്സാമിന് വേണ്ടി മാത്രമാണോ, ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല, വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് നമ്മൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലല്ലോ, പഠിക്കാനുള്ള റീസൺ കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് അറിയേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ എന്തറിയണം? ഇതെന്താണ് പഠിക്കേണ്ടതെന്ന് അറിയണം, എന്താണ് വെയിറ്റേജ് എന്നറിയണം. ഒറ്റ നോട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഏകദേശം 60% മാർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൽ നിന്ന് വരുന്നതാണ്, 40% മാർക്ക് എന്ന് പറയുന്നത് കോർ മെക്കാനിക്കലാണ്. അപ്പോൾ ഈ 60, 40 എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി നോക്കുക. സിലബസ് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മൾ ഇവിടെ ഒരു 75+ മാർക്ക് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ 90+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ITA ലെവൽ എക്സാമിന് അല്ലെങ്കിൽ ITA മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാമിന് നമുക്ക് അത്രയൊക്കെ അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള സ്പീഡ് ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്രയും അറ്റംപ്റ്റ് ചെയ്യുന്നവർക്കാണ് ഈ ടോപ്പിൽ വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 75 ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ തെറ്റിപ്പോവും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ 90+ എയിം ചെയ്യാൻ, 90+ അറ്റംപ്റ്റ് നമ്മൾ എയിം ചെയ്യണം, 75+ മാർക്ക് നമ്മൾ എയിം ചെയ്യണം. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഇതിന് താഴേക്ക് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്, ഒന്നും നിങ്ങൾ ഇതിന് താഴേക്കുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇനി നോക്കുക, പ്രോഗ്രസീവ് ലേണിംഗ്. ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും എടുത്ത് വാരി വലിച്ചിരുന്ന് പഠിക്കരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പ്രോഗ്രസീവ് ലേണിംഗ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അത് ITA ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഫോളോ എ പ്രോഗ്രസീവ് ലേണിംഗ് അപ്രോച്ച്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എക്സാമിൻ്റെ ലെവൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. അത് ഏതാ? കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ മാത്രമല്ല, 2020 ശേഷം നടന്നിട്ടുള്ള കേരള PSC എക്സാംസ് എല്ലാം നോക്കുക. ITA ലെവൽ എക്സാംസ് നോക്കുക, ഡിപ്ലോമ ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിനൊക്കെ നമുക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് എല്ലാം നിങ്ങൾ നോക്കുക. ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അനുസരിച്ച് ചില ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ, അതായത് ഇപ്പോൾ IT ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ IT ആണെങ്കിൽ പോലും നിങ്ങൾ ഡിപ്ലോമ ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് നോക്കുക. കാരണം അതിൽ നിന്നും ഈ പറയുന്ന ITA ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിപ്ലോമ ലെവൽ എക്സാംസിന് വരാറുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് എക്സാം ഏത് ലെവലിൽ വന്നാലും നമ്മൾ ഇത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു റിസ്ക് എടുക്കേണ്ടി വരില്ല. ആ ഒരു കാര്യം. പിന്നെ ആ ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം വേണം. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ടി ലെവലും കട്ട് ഓഫ് ഒക്കെ എത്ര വരും, കട്ട് ഓഫ് എത്ര വന്നാലും എനിക്കതിൽ ഫസ്റ്റ് അഡ്വൈസ് തന്നെ കയറി പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പ്ലാനോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിത്തവും റിവിഷനും ടെസ്റ്റ് അറ്റംപ്റ്റ്. ഇതിൻ്റെ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. എന്താണ്? സ്റ്റഡി, റിവിഷൻ, ടെസ്റ്റ്. ഈ 3 കാര്യങ്ങളും പാരലായിട്ട് വേണം കൊണ്ടുപോകാൻ. ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം, എല്ലാം ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എഴുതാമെന്ന് വിചാരിക്കരുത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പാരലായിട്ട് തന്നെ കൊണ്ടുപോകാം. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഹൗ ടു പ്രിപ്പയർ. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. നിമി, ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ടാവും, ക്ലാസ്സിലാണെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കുറച്ചൊരു ഡിപ്ലോമ ലെവലിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ITA ലെവൽ എക്സാംസിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പൊടിക്കുക. അത് നമ്മൾ ക്ലാസ്സിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അല്ലാതെ ഒരുപാട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു ITA ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേരള PSC ചോദിക്കുന്നത്. അപ്പോൾ ആ ലെവലിലും കൂടി നമ്മുടെ പ്രിപ്പറേഷൻ നമ്മളൊന്ന് ഉയർത്തുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ നമ്മൾ എക്സ്ട്രാ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, ഒരു സിലബസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചില ഏരിയാസും ഉണ്ട്. അതുപോലെ തന്നെ ചില സബ്ജക്ട്സ് ഈ പറയുന്ന പോലെ പുതിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വെറൈറ്റി ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസും ഉണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2020 മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച്, അതായത് കുറേ ക്വസ്റ്റ്യങ്ങൾ കാണാപ്പാടം പഠിച്ച് ഡയറക്റ്റ് വൺ വേർഡ് അല്ലെങ്കിൽ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോരുത്. ഞാൻ ഈ പറഞ്ഞ 2020 ശേഷം 2021 ശേഷം വന്ന ക്വസ്റ്റ്യൻസിന്റെ ആ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ലെവലിന്റെ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 15th January തൊട്ട് നിങ്ങൾ എടുക്കുക എന്ന് വിചാരിക്കുക. ഒരു 2-3 ദിവസം നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എടുക്കുക. 15 January തൊട്ട് 31
ജൂലൈ വരെ നിങ്ങൾക്ക് ഏകദേശം 200 ദിവസം ഉണ്ട്. അതിൽ നിന്നൊരു 20 ദിവസം നിങ്ങൾ വിട്ടോ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 180 ഡേയ്സ് ഉണ്ട്. അതായത് ഏകദേശം 6 മാസം സമയമുണ്ട്. ഏതൊരു വ്യക്തിക്കാണെങ്കിലും 0 സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാവുന്നതാണ്, ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഈ വർഷം എൻഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കയറാവുന്നതാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇലക്ട്രിക്കൽ സിലബസും ഉണ്ട്, മെക്കാനിക്കൽ സിലബസും ഉണ്ട്. അത് വ്യക്തമായി വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഇതിൽ തന്നെ സിലബസിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് കാണിച്ചിരുന്നു. നമുക്കറിയാം ഇലക്ട്രിക്കലിൻ്റെ സിലബസിന് 50 മാർക്കിനാണ്. അതായത് നമ്മുടെ ITA ലെവൽ എക്സാമിന് നമ്മൾ ചോദിക്കുന്ന അതേ സിലബസിന് തന്നെ 5 മാർക്ക് വെയിറ്റേജ് വെച്ച് 10 മോഡ്യൂളാക്കി 50 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ മെക്കാനിക്കലിൻ്റെ കോഴ്സ് സബ്ജക്ട്സ്, അതായത് ITA ലെവലിൽ വരുന്ന സബ്ജക്ട്സ് എല്ലാം കൂടി എന്താണ് 10 മാർക്ക് വെച്ച് 5 മോഡ്യൂൾ, അതിൽ തന്നെ ഒരെണ്ണം ബേസിക് ഇലക്ട്രിസിറ്റി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെയിറ്റേജ് 60-40 എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് 5 മോഡ്യൂൾ 10 മാർക്ക് വെച്ചിട്ട് അവിടെയും 50 മാർക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സിലബസ് വൈസ് ഇത്രയും പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുക, ഇത്രയും പഠിക്കാനുള്ളൂ, മര്യാദയ്ക്ക് 6 മാസം പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഇത് പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സമയമുണ്ട്. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ വേണോ പഠിച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോച്ചിങ് എടുക്കാം, സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു കമ്പൈൻഡ് സ്റ്റഡി ഒക്കെ നടത്താം. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സമയമുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക്. കാരണം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് സമയമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ പയ്യെ പഠിച്ചു പോകും. അതുപോലെ ഡെയിലി എത്ര പഠിക്കണം, വീക്ക്ലി എത്ര പഠിക്കണം, മന്ത്ലി എത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, എത്ര റിവൈസ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലും ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, നമ്മൾ സ്റ്റഡി പ്ലാൻ ഓപ്പറേറ്റർ KWൻ്റെ ഫസ്റ്റ് വീക്കിൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എടുക്കണം, ഇലക്ട്രിക്കലിൽ തന്നെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 5 മാർക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. 5 മാർക്കിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ആ വീക്കിൽ സൺഡേ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ഏതൊക്കെ സബ്ജക്ട്സിനെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള ഒരു ഇത് വേണം. ഈ രീതിയിൽ ഓരോ ആഴ്ചയും നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ സമയം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ പോലും അറിയില്ല അല്ലെ ഒരാഴ്ചയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരാഴ്ചയും നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഈ 6 മാസം പോകുന്നത് നിങ്ങൾ അറിയില്ല. എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കിട്ടാൻ പോകുന്നില്ല. കാരണം അത്രയും ആൾക്കാർ മെനക്കെട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഓരോ വീക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആ ഓരോ വീക്കും പ്ലാൻ ചെയ്തായിരിക്കും നമ്മുടെ കോഴ്സിലാണെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും വീക്ക് വൈസ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ലാതെ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കരുത്. കാരണം 1-2 മാസമൊക്കെ എടുത്ത് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടാവും. അവസാനം എക്സാം അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പകുതി കൂടുതൽ സബ്ജക്റ്റും അല്ലെങ്കിൽ സിലബസും നമ്മൾ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ വരുന്നത് ഡേ 1 മുതൽ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വീക്ക് വൈസ് നിങ്ങൾക്ക് കിട്ടും. ഓരോ വീക്ക് വൈസുള്ള ടെസ്റ്റുകൾ, ഓരോ സൺഡേയിലും നിങ്ങൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഷെഡ്യൂൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇനി ഇത്രയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട കാര്യം, ആദ്യം കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ ഇത്രയാണ്. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, നിങ്ങൾക്ക് നമ്മളോടൊപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ ഫുൾ സിലബസും കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് സിലബസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ കോഴ്സിലേക്ക്. പ്രൈം ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി അതിനുവേണ്ടി സജ്ജമായിട്ട് ഇരിക്കാനായിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈം ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ആപ്പിൽ ഉണ്ടാകുന്ന ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നോക്കുക, നമ്മളിവിടെ നേരത്തെ ഞാൻ കാണിച്ച ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും എല്ലാം ഈ ഫോൾഡറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് വീഡിയോസ് ഈ ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റുകളെല്ലാം തന്നെ ഈ എക്സാംസിൻ്റെ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ മാത്രമായിരിക്കും നമ്മൾ അവൈലബിൾ ആക്കുന്നത്. നോക്കുക, ഈ രീതിയിലായിരിക്കും നമ്മുടെ ഈ പ്രൈം ബാച്ചിന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ലാസ് ഷെഡ്യൂളിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒറ്റ ഫോൾഡറിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ലിസ്റ്റും ടെസ്റ്റ് ലിസ്റ്റും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഷെഡ്യൂളായിട്ട് തന്നെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു വീക്ക്ലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ സെക്ഷനും മെക്കാനിക്കൽ സെക്ഷനും ആയിരിക്കും. ഷെഡ്യൂൾ 1 വരുന്നത് ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും. ഷെഡ്യൂൾ 2 മെക്കാനിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ ഈ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി
നമ്മളുടെ ക്ലാസ് വീഡിയോസ് ആണെങ്കിലും നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ വെൽ അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്സും ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഫോൾഡേഴ്സ്, ആഡ് ഓൺ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ സെപ്പറേറ്റ് ഫോൾഡറിലായിട്ടായിരിക്കും IT ലെവലിൻ്റെയും സീരീസ് ഒക്കെ നമ്മൾ അല്ലാതെ ആയിട്ടായിരിക്കും തരിക. ഇനി നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ 100+ എക്സാം ഓറിയൻറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ ആ ടെസ്റ്റുകളെയും നമ്മൾ സബ്ജക്ട് ടെസ്റ്റ്, പാർട്ട് ടെസ്റ്റ്, PYQ ടെസ്റ്റും മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കോഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയി വരിക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കൂടി എടുത്ത് ടേബിളിലിട്ട് പഠിക്കാൻ തുടങ്ങരുത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമ്മുടെ കോഴ്സിലും ഇതേ ഫോൾഡർ സ്ട്രക്ചറിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇതിൽ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വാരി വലിച്ച് എവിടെന്നെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകരുത്. നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് ഓരോ മാർക്കും ഒരു IT ലെവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നോളജിനോടൊപ്പം തന്നെ സ്പീഡും ആക്യുറസിയും, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ എത്ര കൂളായിട്ടാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ അവസാനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് തേച്ച് മിനുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം വേണം. നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ്, അത്രയും കൂളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോയി എഴുതാൻ പറ്റും. ഇനി നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മളുടെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള IT നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചാണെങ്കിലും കണ്ടന്റിനെ കുറിച്ചാണെങ്കിലും പല കുട്ടികളും പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, ഇതൊരു റേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ പിന്തള്ളുക എന്നുള്ളതല്ല, നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ നോളജ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ പ്രാക്ടീസ് ലെവൽ കൂട്ടുക, നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് കൂട്ടുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താൽ മാത്രമേ അല്ലാതെ നമുക്ക് കുറച്ച് പഠിച്ചുകൊണ്ട് വലിയ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് വർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒന്നേ ഉള്ളൂ, അത് ഹാർഡ് വർക്ക് തന്നെയാണ്, അതായത് സ്മാർട്ട് വർക്ക് അല്ല. എന്ത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം, അത് അനലൈസ് ചെയ്ത് പഠിക്കണം, അവിടെയാണ് സ്മാർട്ട് വർക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ മെനക്കെടേണ്ട സ്ഥലത്ത് നിങ്ങൾ മെനക്കെട്ടേ പറ്റുള്ളൂ. ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഹാർഡ് വർക്ക് കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം എന്ത് പഠിക്കണം, അത് എത്രത്തോളം പഠിക്കണം, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതിനനുസരിച്ച് ഞാൻ എങ്ങനെ പഠിക്കണം, അവിടെ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. ആ രീതിയിൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ കുട്ടികളൊക്കെ അത്രയും റിസൾട്ടിലേക്ക് എത്തുന്നതിൻ്റെ കാരണം തന്നെ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. അതുപോലെ ഇതിൻ്റെ ഈ ടോപ്പിൽ വന്ന ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ടോപ്പിൽ വന്ന പല കുട്ടികളുടെയും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ടോപ്പിൽ വന്ന പല കുട്ടികളുടെയും എക്സ്പീരിയൻസ് നമ്മൾ സക്സസ് സ്റ്റോറീസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ആണെങ്കിലും ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ജെന്യുവൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏത് സ്റ്റേജിലുള്ള ഒരാളായിക്കോട്ടെ, 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരായിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ PSC ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആളായിക്കോട്ടെ, ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് അവരുടെ കഥ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നോക്കുക, അത് വെച്ചിട്ട് പഠിക്കുക. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ IT ലെവൽ എക്സാംസിന് മാത്രം നമുക്ക് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കിട്ടിയ റിസൾട്ട്സ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക്സും സെക്കൻഡ് റാങ്ക്സും ഒക്കെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആവും. ഇനി ഇതെങ്ങനെ വേണോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും മിനിമം കാര്യങ്ങളില്ലാതെ നമുക്ക് ടോപ്പിലേക്ക് വരാനും ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടാനും പാടാണ്. അതുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. പഠിക്കുന്ന ഏത് രീതിയിൽ വേണോ നിങ്ങൾ പഠിച്ചോളൂ, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഇലക്ട്രിക്കലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വീഡിയോസുമായിട്ടൊക്കെ വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.